അവശേഷിക്കുന്ന എല്ലാ മത്സരങ്ങളും ജയിച്ചാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത അനിശ്ചിതത്വത്തിലാണ്. കാരണം അവർ മറ്റ് ടീമുകളുടെ ഫലങ്ങളെ ആശ്രയിച്ചിരിക്കും. 20 മത്സരങ്ങളിൽ നിന്നും 7 വിജയങ്ങളും 3 സമനിലകളും 10 തോൽവികളുമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 24 പോയിന്റുമായി 8ാം സ്ഥാനത്താണ്. പോയിന്റ് പട്ടികയിലെ ആദ്യ 6 ടീമുകൾ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടും. ബ്ലാസ്റ്റേഴ്സ് 6ാം സ്ഥാനത്തുള്ള ടീമിനേക്കാൾ 7 പോയിന്റ് പിന്നിലായതിനാൽ പ്ലേ ഓഫിലേക്കുള്ള അവരുടെ പാത ബുദ്ധിമുട്ടാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ 10ാം തോൽവിക്ക് ശേഷം FC ഗോവ 39 പോയിന്റുമായി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചു. അതേസമയം മോഹൻ ബഗാൻ 49 പോയിന്റുമായി പട്ടികയിൽ ഒന്നാമതാണ്. ജംഷഡ്പൂർ FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ബംഗളൂരു FC, മുംബൈ സിറ്റി FC എന്നിവരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ചില കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ബാക്കിയുള്ള മത്സരങ്ങളിൽ FC ഗോവ, ജംഷഡ്പൂർ FC, മുംബൈ സിറ്റി FC തുടങ്ങിയ കടുത്ത എതിരാളികൾ ഉൾപ്പെടുന്നു. അതേസമയം താരതമ്യേന ദുർബലമായ ഒരേ ഒരു ടീം ഹൈദരാബാദ് FC മാത്രമാണ്. നിലവിൽ 12ാം സ്ഥാനത്താണ്. ബ്ലാസ്റ്റേഴ്സിന് ശേഷിക്കുന്ന 4 മത്സരങ്ങളും വിജയിച്ചാൽ അവർക്ക് പരമാവധി 12 പോയിന്റുകൾ നേടാനാകും. ഇത് അവരുടെ ആകെ പോയിന്റുകളുടെ എണ്ണം 36 ആകും. എന്നിരുന്നാലും പ്ലേ ഓഫിൽ പ്രവേശിക്കാൻ മുംബൈ സിറ്റി, ബംഗളൂരു, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നിവയ്ക്ക് പോയിന്റുകൾ നഷ്ടപ്പെടേണ്ടതുണ്ട്. ഗോവ, മുംബൈ, ജംഷഡ്പൂർ തുടങ്ങിയ മുൻനിര ടീമുകളെ തോൽപ്പിക്കുന്നത് എളുപ്പമല്ല. പ്രത്യേകിച്ചും ഇവയിൽ ചില മത്സരങ്ങൾ എവേ മത്സരങ്ങളായതിനാൽ സീസണിന്റെ അവസാന ഘട്ടത്തിൽ പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പാക്കാൻ ബ്ലാസ്റ്റേഴ്സ് കഠിനവും ഉയർന്നതുമായ പോരാട്ടമാണ് നേരിടുന്നത്.